ഒത്തിരി ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ഒത്തിരി ആളുകളുടെ പ്രശ്നമാണ് ഇൻടോളറൻസ്. അതുകൊണ്ട് ഇന്നത്തെ വിഷയം ഇൻടോളറൻസ് എന്നാണ്. എന്താണ് ഇൻടോളറൻസ്? ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഒരു കമ്പനിയുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരാൾ മറ്റൊരാൾ പറഞ്ഞതിൻ്റെ ആശയത്തോട് യോജിക്കാതെ വരികയും തർക്കിക്കുകയും അവസാനം അസഹിഷ്ണുതയോടെ ചാടി എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. ഒരു വീട്ടിലേക്ക് നോക്കുക. ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ ചേർന്ന് പോകാതെ വരും. അതിലൊരാൾ അതിൽ അസ്വസ്ഥനാവുകയും അസഹിഷ്ണുതയോടെ ആ വീട് വിട്ടിറങ്ങി പോവുകയും ചെയ്യുന്നു. ഇത് മിക്കവാറുമൊക്കെ കല്യാണം കഴിയുമ്പോൾ അമ്മായിയമ്മ മരുമകൾ പ്രശ്നത്തിലൊക്കെ ആളുകൾ വീട് വിട്ടു പോകുന്നതായിട്ട് കാണാം. പലരും കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെയും കൂട്ടി വേറെ വീട്ടിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലി നഷ്ടപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ കുടുംബം അനാഥരാകുന്നതുകൊണ്ട് നല്ല ബന്ധങ്ങളൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്നതായിട്ട്. ഇതെല്ലാം ഇൻടോളറൻസ് ആണ്. ഇവിടെയൊക്കെ ശരിക്കും ഒരു ആത്മപരിശോധന നടത്തേണ്ടത്, ഒരു പഠനം നടത്തേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ഇൻടോളറൻസിനെ നമ്മൾ നേരിടേണ്ടത്? ഓരോ മനുഷ്യനും ജനിച്ച സാഹചര്യം, അവരോട് ഇതുവരെ ഇടപെട്ടിട്ടുള്ള ആൾക്കാർ, അവരുടെ സംസ്കാരം, വ്യക്തിബന്ധങ്ങൾ, ഇതിനെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ വ്യക്തിത്വം രൂപപ്പെടുന്നത്. എന്നാൽ അതിനൊക്കെ കൃത്യമായ അവസരങ്ങൾ ലഭിക്കാത്ത ആൾക്കാർ, മോശമായ ജീവിതാനുഭവം ഉള്ളവർ, ഇവർക്കൊക്കെ ഇൻടോളറൻസ് വരും. നമുക്കത് നോക്കാം. ഒന്നാമതായിട്ട് ഫിയർ ആൻഡ് ഇൻസെക്യൂരിറ്റി. നമുക്ക് ആളുകളോടൊക്കെ നന്നായിട്ട് പെരുമാറാൻ പറ്റണമെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് വരണം. ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകണം. ഭഗവാൻ ബുദ്ധൻ പറയുന്നുണ്ട്, നമ്മൾ ആദ്യം ഇരിക്കുന്ന സ്ഥലത്തെ സ്നേഹിക്കുക. അത് ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ അത് നമ്മുടെ മനസ്സിനെ തുറക്കും. നമ്മൾ കാണുന്ന ആളുകളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അവരെന്താണോ അവരങ്ങനെ ആയിരിക്കട്ടെ, അവരെ അങ്ങനെ തന്നെ അംഗീകരിക്കുക. നമുക്കിങ്ങനെ ഒന്ന് പരിശീലിക്കാൻ പറ്റിയാൽ കൊള്ളാം. ഒന്നാമതായിട്ട് നമുക്കൊരു വ്യക്തിത്വത്തിന്റെ വ്യക്തത നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മറ്റു പലരിൽ നിന്നും നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് വ്യക്തമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരോട് നമുക്ക് സഹകരിക്കാൻ സാധിക്കും. ഇവിടെ ഒന്നാമതായിട്ട് അതിനുള്ള ഫിയറാണ്. എൻ്റെ വ്യക്തിത്വത്തിന് വല്ലതും സംഭവിച്ചു പോകുമോ എന്നുള്ള ആധിയാണ് ഒരുതരം, അതാണ് അസ്വസ്ഥത സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് ലാക്ക് ഓഫ് എക്സ്പോഷർ. ചില കുട്ടികൾ വളരെ ഒതുങ്ങിയ സാഹചര്യത്തിൽ ജീവിക്കുന്നവരായിരിക്കും. അവർക്ക് ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്താനുള്ള ഒരു സാഹചര്യം പലപ്പോഴും കാണത്തില്ല. അപ്പോൾ അവർ കുറച്ച് ബന്ധങ്ങളിൽ നിന്ന്, കുറച്ച് മോഡൽസിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പിന്നീട് അതിനോട് ചേർന്ന് വരാത്ത എല്ലാത്തിനോടും മനസ്സെതിർക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻടോളറൻസ് ഉണ്ടാകും. ആ സാഹചര്യത്തോട് ചേർന്ന് നമുക്ക് പറ്റുന്നില്ലല്ലോ. അവരവിടുന്ന് പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും, അല്ലെങ്കിൽ അവിടെ അസ്വസ്ഥത കൊണ്ട് എന്തെങ്കിലും സീൻ ക്രിയേറ്റ് ചെയ്യും. ഇത് നമുക്ക് സാധാരണ കാണാൻ പറ്റുന്ന ഒന്നാണ്. മൂന്നാമത്തത് കൾച്ചർ ആൻഡ് സോഷ്യൽ ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ സംസ്കാരം ഒത്തിരി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാരാണ്. പല മത സാഹചര്യങ്ങളുണ്ട്, ഇവിടെ വർഗ വ്യത്യാസങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിന് തന്നെ ഒത്തിരി ഏറ്റക്കുറച്ചുകൾ മനുഷ്യരുടെ ഇടയിലുണ്ട്. ഇതൊക്കെ കണ്ടു അറിഞ്ഞും ഈ വൈരുദ്ധ്യങ്ങളെയൊക്കെ അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എപ്പോഴും നമ്മൾ അസ്വസ്ഥരായിരിക്കും. ചില കണ്ടിട്ടില്ലേ, ചില ഒന്നോ രണ്ടോ വാക്കുകൾ വെച്ച് മതപരമായി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ വച്ച് പുലർത്തുകയും മണിക്കൂറുകൾ നീളുന്ന ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്. ഈ അസഹിഷ്ണുത എങ്ങനെ വരുന്നതാണ്? ഈ നമ്മുടെ സംസ്കാരം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ കൾച്ചറലായിട്ട് ഇന്ത്യ ഒത്തിരി ഉയരം ഉള്ളതാണ്, വികാസമുള്ളതാണ്. അതിൻ്റെ തനിമയിലേക്ക് നമുക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയില്ല. ഇത് തന്നെയാണ് ഓരോ രാജ്യത്തും. അവരവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ കാണും. ആ പ്രത്യേകതകൾ മനസ്സിലാക്കി അവർ ജീവിക്കുകയാണെങ്കിൽ അവർ വളരെ സ്വസ്ഥരായിരിക്കും. ഏത് സാഹചര്യത്തിലൂടെ പോകാൻ അവർക്കൊക്കെ സാധിക്കും. നാലാമതായിട്ട് അനുകമ്പയില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യര്. എമ്പതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആശുപത്രിയിൽ പോയ ഒരു രോഗിയെ കണ്ടിട്ടില്ലാത്തവര്,
കഷ്ടപ്പെടുന്ന ആളുകളെ ഒന്ന് സഹായിച്ചു കളയാമെന്ന മനോഭാവമില്ലാത്തവർ, അല്ലെങ്കിൽ കൂട്ടുകാരനെ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാം ഇതിനുള്ള അവസരം കിട്ടാത്തവരോ നിഷേധിക്കപ്പെട്ടിട്ടുള്ളവരോ, ഇവർക്കൊക്കെ ഫ്ലെക്സിബിൾ ആവാനുള്ള സാഹചര്യങ്ങൾ അധികം കിട്ടിയിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ വിജയിക്കുന്നവരെല്ലാം മുമ്പ് എപ്പോഴോ ജീവിതത്തിൽ തോറ്റവരാണ്. ആ തോറ്റതിൻ്റെ ജീവിതാനുഭവങ്ങൾ അവർക്ക് ഒത്തിരി ഫ്ലെക്സിബിലിറ്റി കൊടുക്കും, അത് ഒത്തിരി പാഠങ്ങൾ പഠിപ്പിക്കും. ജയിക്കുന്നതിനൊക്കെ കൂടുതൽ പാഠങ്ങളുള്ള തോൽവിയിലാണ്. അപ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവും. കാരണം ഒരു ഓട്ടപ്പന്തയത്തിൽ ഒരാളെ ജയിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും തോറ്റവരാണ്. അപ്പോൾ ഈ തോറ്റവരാണ് മെജോറിറ്റി എവിടെ നോക്കിയാലും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നഷ്ടപ്പെട്ടവരാണ് എല്ലാറ്റിനും കൂടുതൽ. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരോട് ഇഴുകിച്ചേരാൻ വേണ്ടി അവരുടെ ആ നഷ്ടപ്പെട്ടവരുടെ തോറ്റവരുടെ മനോഭാവത്തിലേക്ക് തിരിയേണ്ടതുണ്ട്. തോറ്റവർക്ക് അത് കഴിയുകയും ചെയ്യും. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പലവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തോറ്റോട്ടെ, അവിടെയും പോയൊന്ന് ഇൻവോൾവ് ചെയ്യുക, ആ പാഠങ്ങളും പഠിക്കുക, അത്തരം ആൾക്കാരെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഏറെ ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായും ടോളറൻസ് മനുഷ്യർക്കുണ്ടാവും. ഇനി ഇൻടോളറൻസിനെ ശാസ്ത്രീയമായിട്ട് നമുക്കൊന്ന് നേരിടുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എഡ്യൂക്കേഷണൽ അവയർനെസ്. എന്തുകൊണ്ടാണ് ഇൻടോളറൻസ് ഉണ്ടാകുന്നതെന്നും തനിക്ക് ഈ ഒരു സ്വഭാവം വന്നത് എന്താണെന്നും അയാൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. അതിലൂടെ അയാൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ തിരിച്ചറിവ് ലഭിക്കുകയും ഇനി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിന് കുറച്ചുകൂടി നന്നായിട്ട് പെരുമാറാൻ അയാൾ പഠിക്കുകയും ചെയ്യും. ഇതിന് വളരെ പ്രധാനമായിട്ടുള്ളത് പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടും മനോഭാവവും ഒന്ന് മാറ്റുകയാണെങ്കിൽ, വേറൊരു ആംഗിളിലേക്ക് നമ്മുടെ കാഴ്ചകളെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കുമെന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. ഇതൊരു ശീലമാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ആൾക്കാരെ കാണുമ്പോൾ നമസ്തേ പറയുകയോ അല്ലെ ഗുഡ് മോർണിംഗ് പറയുകയോ അതല്ലെങ്കിൽ വിശേഷങ്ങൾ തിരക്കുകയോ സർ എന്ന് ചേർത്ത് സംബോധന ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ പുഞ്ചിരിയോടുകൂടി ആളുകളെ വരവേൽക്കുക. ചിലർ ഷേക്ക് ഹാൻഡ് കൊടുക്കുമായിരിക്കും, ചിലർ ആലിംഗനം ചെയ്യുമായിരിക്കും. ഇവിടെയൊക്കെ ആളുകൾ ഏതെങ്കിലും വിധത്തിൽ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ശീലമാക്കണം. അത് എപ്പോഴും ഒരേ രീതി തന്നെ വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ വ്യത്യസ്തമായ രീതിയിൽ മറ്റുള്ള റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വന്നാൽ നല്ല ഒരു പേഴ്സണാലിറ്റി നമുക്ക് കൈവരും എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരുണ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അനുകമ്പ തോന്നുന്ന ജീവിത സാഹചര്യങ്ങളും, രോഗികളെ പോയി കാണുക, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സംഭാവനകൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ചേർന്ന് കൂട്ടായി അത്തരം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി കരുണയുള്ളതായിട്ടും ഫ്ലെക്സിബിൾ ആയിട്ട് മാറുകയും ചെയ്യും. പ്രൊമോട്ട് എമ്പതി. സിമ്പതി പോലെ തന്നെ നമുക്ക് ഒരാളുടെ കാര്യത്തിൽ എമ്പതറ്റിക് ആയിട്ട് അവരെന്തുകൊണ്ടാണ് ആ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതെന്ന് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനും വേണ്ട സഹായങ്ങൾ അവർക്ക് കൊടുക്കാനും നമുക്ക് പ്രാപ്തി ഉണ്ടാവുക എന്നുള്ളതാണ്. അതും ശീലമാക്കേണ്ടതാണ്. എല്ലാ ആഴ്ചയിലും കുറേ സമയം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിക്കും എന്തെങ്കിലും ഇങ്ങോട്ട് പ്രതിഫലം കിട്ടണമെന്ന് അങ്ങോട്ട് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ചിലതൊക്കെ സൗജന്യമായി ചെയ്യേണ്ടതാണ്. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നതും പ്രയാസപ്പെടുന്ന ആൾക്കാരെ കാണാനും അവരുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കാനും അവരുടെ കരുണയും സഹിഷ്ണുതയും പരിശീലിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ചലഞ്ച് സ്റ്റീരിയോടൈപ്പ് ആൻഡ് ബയാസസ്. നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രീതി എപ്പോഴും അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്ന് വിചാരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മറ്റെന്തെല്ലാം വഴികളുണ്ട്. ആ വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുക്കുന്നവരോടൊക്കെ നമ്മൾ അസ്വസ്ഥരാകുന്നത് എന്തിനാണ്? നമ്മൾ അങ്ങനെ എന്തിനാണ് ഇത്ര ഇടുങ്ങുന്നത്? കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കാനും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തത പ്രതീക്ഷിക്കാനും നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മുടെ മനസ്സല്ലേ വികാസം പ്രാപിക്കുന്നത്. നമുക്ക് അങ്ങനെയാകാം. വൈരുദ്ധ്യങ്ങൾ എപ്പോഴും ദൈവികമാണ്. ഡൈവേഴ്സിറ്റി ഈസ് എ ബ്ലെസ്സിങ്.
ദൈവം ഒന്നിനെ പോലെ മറ്റൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഒന്നിനെ പോലെ, ഒരാളെ പോലെ മറ്റൊന്നിനും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ആവാൻ കഴിയില്ല. അവരങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരെന്താ മാറാത്തതെന്നാണ്. നമ്മളല്ലേ മാറേണ്ടത്. നീ ചെടികൾക്കും പൂക്കൾക്കും മരങ്ങൾക്കും കെട്ടിടങ്ങൾക്കും നമ്മുടെ മുമ്പിൽ വരുന്നവരും ഒക്കെ മാറണമെന്ന് എന്തിനു ശടിക്കുന്നു? ആ സാഹചര്യങ്ങളിലോട്ട് ഒന്ന് വ്യത്യസ്തപ്പെടാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനോടെല്ലാം അനുരൂപപ്പെടാൻ നമുക്ക് കഴിയില്ലേ? We can enjoy that oneness by merging with the atmosphere. ഒരു ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടില്ലേ? ഇവിടെയല്ല മനുഷ്യന്റെ മനസ്സിന്റെ വികാസം ഇരിക്കുന്നത്. ഈ വലിയ മനഃശാസ്ത്രം, സ്പിരിച്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ശരിക്കും നമ്മൾ എങ്ങനെയാ ദൈവികരാകുന്നത്? ഈ ദൈവത്തിന്റെ വൈരുദ്ധ്യങ്ങളോട് സമരസപ്പെടുമ്പോൾ തന്നെയാണ്. നാലാമതായി, ഇൻക്ലൂസീവ് സ്പേസസ്. അതായത് നമ്മൾ തന്നെ കുറച്ചുകൂടി വിസ്തൃതമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുക, അങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങളിലേക്ക് ചെന്നെത്തുക, ആ വൈരുദ്ധ്യങ്ങളെ പുൽകുക. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, എങ്കിൽ പോലും അത് നമ്മളെ ഒത്തിരി പാഠം പഠിപ്പിക്കും. ഉദാഹരണമായി രാവിലെ നടക്കാൻ പോവുകയാണെന്ന് കരുതുക. നമ്മുടെ ആ പരതിയുള്ള നോട്ടത്തിനകത്ത് ഓരോ മനുഷ്യരുടെയും വെമ്പലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബസ്സിൽ കയറാൻ ഓടുന്ന ആളുകൾ, റോഡ് വൃത്തിയാക്കുന്ന ആളുകൾ, സൊറ പറഞ്ഞിരിക്കുന്ന സാധാരണ മനുഷ്യർ, സന്തോഷത്തോടെ യാത്രയാക്കുന്ന ആളുകൾ, കൈവീശുന്നവർ, എല്ലാ വ്യത്യസ്തതകളും ഒരേപോലെ കാണാൻ കഴിയുമ്പോഴത്തേക്ക് എന്തൊരു സുന്ദരമാണ്. അത് നമ്മൾ ഒന്ന് ഇറങ്ങി ചെയ്യേണ്ടതാണ്, ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാണ്. അവിടെ ഒരു വലിയ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും. അഞ്ചാമതായി, പ്രൊമോട്ട് ക്രോസ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. വ്യത്യസ്തമായ സംസ്കാരങ്ങളെ എല്ലാം ഒന്ന് തിരിച്ചറിയുക, യാത്ര ചെയ്യുക, ഓരോ മനുഷ്യരും എങ്ങനെയൊക്കെ ജീവിക്കുന്നത് കാണുക, എങ്ങനെയാണ് അവർ സംഭാഷണം നടത്തുന്നത് നോക്കുക, ഒരാളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നത് നോക്കുക, ഒരാളുടെ മുഖത്ത് തെളിയുന്ന ദേഷ്യം എന്താണെന്ന് ശ്രദ്ധിക്കുക, സന്തോഷം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ പീസ് ഓഫ് മൈൻഡോടുകൂടി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ പീസ് നഷ്ടപ്പെടുകയോ നമ്മൾ അസ്വസ്ഥരാകുകയോ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പെരുമാറേണ്ടത് നമ്മുടെ തലച്ചോറ് തന്നെ ട്രേസ് ചെയ്ത് നല്ല രീതിയിൽ പെരുമാറാൻ നമ്മൾ പഠിക്കും. എത്രയോ മനുഷ്യരാണ് ദേഷ്യപ്പെടുന്നവരുടെ മുമ്പിൽ സന്തോഷത്തോടെ ഇരിക്കുന്നത്? എത്രയോ മനുഷ്യരാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത് ദേഷ്യപ്പെടുന്നവരുടെ മുമ്പിൽ? മറ്റു ചിലരൊക്കെ ദേഷ്യപ്പെടുന്നവരുടെ മുമ്പിൽ ആ രംഗം ഒഴിയുകയാണ്. കുറച്ചു നേരത്തേക്ക് അയാൾ സ്വസ്ഥനായിട്ടിരുന്നോട്ടെ, അങ്ങനെ മാറിക്കൊടുക്കുന്ന ആളുകൾ. ഇതെല്ലാം പെരുമാറ്റങ്ങളല്ലേ? ചിലതൊക്കെ നമുക്കും ശീലിക്കാം, നല്ലത് തിരഞ്ഞെടുക്കാം. ഏറെ നമ്മളെ മാറ്റുന്ന ഒന്നാണ് ധ്യാനം, മെഡിറ്റേഷൻ. എല്ലാ ദിവസവും കുറേ സമയം കൈ തുറന്ന് മടിയിൽ വെച്ച് ദീർഘമായ ചില ശ്വാസോച്ഛ്വാസങ്ങൾക്ക് ശേഷം ആ സ്വസ്ഥത, മനസ്സിന്റെ സ്വസ്ഥത അറിയുക. പ്രാണിക് ഹീലിംഗിലുമൊക്കെ ഈ മെഡിറ്റേഷൻ ഒത്തിരി പ്രാധാന്യമുണ്ട്. ധ്യാനം നിമഗ്നമായിരിക്കുമ്പോഴും നമ്മുടെ ആന്തരിക സ്വസ്ഥത നിരീക്ഷിക്കുകയാണ്. ഹൃദയം തുറന്ന് ഭൂമിയെ കാണുകയാണ്. അതിന്റെ ട്വിൻ ഹാർട്ട്സ് മെഡിറ്റേഷനകത്ത് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് ഭൂമിയുടെ വൈജാത്യങ്ങളെ നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് അതിനെല്ലാം ബ്ലെസ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഭൂമിയിൽ എങ്ങനെ കളിയാടിക്കൊണ്ടിരിക്കുന്നുവെന്ന് നിരീക്ഷിക്കുന്നതിനോടൊപ്പം സന്തോഷത്തോടുകൂടി അത് അങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടി നാം ആഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് പ്രാണിക് ഹീലിംഗിലെ ട്വിൻ ഹാർട്ട്സ് മെഡിറ്റേഷൻ. ഏറെ ആളുകളെ അത് മാറ്റും. കാരണം ഒരേപോലെ ചിന്തിക്കണം, എല്ലാവരും ഒരേപോലെ തന്നെ പ്രവർത്തിക്കണമെന്ന മനോഭാവത്തിൽ നിന്നും വ്യത്യസ്തതകളും വൈജാത്യങ്ങളും എല്ലാം സഹജമാണ്, നാച്ചുറലാണ് എന്ന് തോന്നാൻ ഈ ധ്യാന രീതികളൊക്കെ സഹായിക്കും. പ്രാണിക് ഹീലിംഗിനകത്ത് രണ്ടാമതായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യം സർവീസാണ്, സേവനമാണ്. കാരണം മറ്റൊരാളെ സുഖപ്പെടുത്താനുള്ള ഉത്കടമായ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഒരാളെ ഹീൽ ചെയ്യുന്നത്. കയ്യിൽ നിന്ന് വരുന്ന ദിവ്യമായ പ്രകാശം കൊണ്ടാണ് ഒരാളുടെ മാലിന്യങ്ങളെ തുടച്ചു നീക്കുന്നത്. അതേ പ്രകാശം പകർന്നു നൽകിക്കൊണ്ടാണ് അയാളെ സുഖപ്പെടുത്തുന്നത്. അത് ഉള്ളിൽ നിന്ന് വരുന്ന ദിവ്യമായത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ചൈതന്യം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. സേവന തൽപരതയില്ലാതെ ഹീലിംഗ് നടക്കില്ല. സർവീസിലേക്ക് ഇച്ചിരി ആഴമായിട്ട് നോക്കുമ്പോൾ ഒരു ടോളറൻസിൽ നിന്ന് തന്നെയാണ് അത് വരുന്നത്. കഷ്ടപ്പാട് അതിനകത്തുണ്ട്.
അതിന് ഇച്ചിരി സ്പിരിച്വൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ അത് സഫറിങ് ആയി. ആ സഫറിങ്ങിലൂടെയാണ് സർവീസ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതിനകത്തൊരു സാക്രിഫൈസ് ഉണ്ട്. സ്വയത്യാഗത്തിലൂടെയാണ് എല്ലായിടത്തും ഹീലിംഗ് നടക്കുന്നത്. വീണ് കിടക്കുന്നവനെ പിടിച്ചുയർത്താൻ നമ്മളൊന്ന് കുനിഞ്ഞേ മതിയാവും, നമ്മൾ കുറച്ച് ബലം പ്രയോഗിച്ചേ പറ്റത്തുള്ളൂ. ആ സഫറിങ്ങും സാക്രിഫൈസും ചേരുമ്പോഴാണ് ഹീലിംഗ് നടക്കുന്നത്. പ്രാണിക് ഹീലിംഗ് പോലെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ അങ്ങനെയാണ് രോഗസൗഖ്യത്തെ കാണുന്നത്. മനുഷ്യർ കൈ ചലിപ്പിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. അങ്ങനെ ലോകാസമസ്ത സുഖിനോ ഭവന്തു, സർവ മനുഷ്യരും ജീവജാലങ്ങളും സുഖമായിരിക്കട്ടെ, സൗഖ്യം അനുഭവിക്കട്ടെ. താങ്ക് യു. നമസ്തേ.